Good afternoon. Hi, good afternoon, ma'am. Good afternoon. Okay, Atra. നമ്മൾ കുറച്ച് ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. എങ്ങനെയുണ്ടായിരുന്നു? ഈസ്റ്റർ ഒക്കെ കാര്യം നന്നായിട്ട് ആഘോഷിച്ചാ? ഓക്കെ അല്ലേ? ഗുഡ് ആഫ്റ്റർനൂൺ. കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട്? ഓക്കെ. ഭക്ഷണമൊക്കെ കഴിച്ചു, ഫുഡൊക്കെ കഴിഞ്ഞു. എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാരും നന്നായിട്ടിരിക്കുന്നോ? കുഴപ്പമില്ല. ചെറിയൊരു ആശ്വാസത്തിലാണ് സീസ് ഫയർ ഡിക്ലെയർ ചെയ്തത്. അതുകൊണ്ട് ചെറിയൊരു ആശ്വാസത്തില്. ശരി. ഇന്നത്തെ ന്യൂസിൽ ഞാൻ കേട്ടായിരുന്നു. അതെ, മിക്കവാറും അവസാനിക്കായിരിക്കും അല്ലെ? അതിനുള്ളൊരു തീരുമാനങ്ങളൊക്കെ തുടങ്ങി തോന്നുന്നു. അവര് അവിടെ ഇറാനിൽ എന്തെങ്കിലും അറ്റാക്ക് ഉണ്ടായാല് ഇറാൻ മിഡിൽ ഈസ്റ്റ് ആണ് ടാർഗറ്റ് ചെയ്യുന്നത്. അവിടെ പാലം തകർത്തപ്പോ ഇവിടെ ഇപ്പൊ കുറെ പാലങ്ങൾ ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ദുബായിയുടെ കുറെ പാലങ്ങളെല്ലാം ഒരു പിന്നെ വെള്ളം പ്യൂരിഫൈ ചെയ്യണ കടലിലെ വെള്ളമാണല്ലോ ഇവിടെ എടുക്കുന്നത്. അപ്പൊ ആ ടാങ്ക് എല്ലാം ടാർഗറ്റിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആശ്വാസമായി, എല്ലാവർക്കും പേടിയായിരുന്നു. അല്ലെങ്കിൽ ഇത് വീട് പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ എന്തൊരു പ്രശ്നമാണ്. എങ്ങനെയൊന്ന് അവസാനിച്ച് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇറാനും യു എസും തമ്മിൽ എന്തോ ഡിസ്കഷൻ ഒക്കെ നടക്കാൻ പോകുന്നുണ്ട് തോന്നുന്നു. എന്തോ പെട്ടെന്ന് വെള്ളിയാഴ്ച പാകിസ്ഥാനിൽ വെച്ചൊരു ഇസ്ലാമാബാദിൽ വെച്ചിട്ട് എന്തോ ഒരു ഡിസ്കഷൻ, അതിലെന്തായാലും തീരുമാനം ആവായിരിക്കും. ആവട്ടെ. അതെ, പ്രാർത്ഥിക്കണം. അങ്ങനെ ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളാണ്. കാരണം ഒരുപാട് കമ്പനികളെല്ലാം ലോസിലേക്ക് പോണു. പിന്നെ അൺപെയ്ഡ് ലീവ്, ലോങ് ലീവ് എടുക്കാൻ പറയണ് കമ്പനികള്. പിന്നെ സാലറി ഡിഡക്ട് ചെയ്തിട്ടുണ്ട്. ഫാമിലീസിനൊക്കെ മിക്കരും നാട്ടിലേക്ക് വിട്ടു തുടങ്ങി. കാരണം ഇപ്പൊ ഇതാണല്ലോ, ഇവിടെ ഇപ്പൊ സ്കൂള് സ്റ്റാർട്ട് ചെയ്ത്. പക്ഷെ ഇവിടെ ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ആണ്. പക്ഷെ നാട്ടിലിപ്പോ വെക്കേഷൻ ടൈം ആണല്ലോ. അപ്പൊ അടുത്ത വർഷത്തിന്റെ സ്റ്റാർട്ട് അവിടെ പോയി ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ ഫാമിലീസിനൊക്കെ കുറെ ആൾക്കാർ അങ്ങനെ വിട്ട് അങ്ങനെ ഇവിടെ ഇപ്പൊ കാരണം സാലറി റിഡക്ഷനും അതൊക്കെ വന്നപ്പോ അവർക്ക് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ അങ്ങനെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ ഇതിന്റെ മുഴുവൻ അനുഭവിക്കണേന്ന് മാത്രം അല്ലേ? പറയാണ്ടോ, കൂടുതൽ ബാധിക്കണം അങ്ങനെയാണ്. അതെ, രക്ഷയില്ല. ഓക്കെ, എന്തായി സൗദയുടെ കാര്യമൊക്കെ? എന്തായി സൗദയുടെ മാരേജ് ഒക്കെ കഴിഞ്ഞോ? ഡേറ്റ് മാറ്റി വെച്ചെന്നാണ് സൗദ പറഞ്ഞത്. മാറ്റി വെച്ചോ? ശരി. എന്നേക്ക് മാറ്റി വെച്ചു? സൗദ ഞാൻ പറയണതൊന്നും ചോദിക്കണൊന്നും കേൾക്കണില്ല എന്ന് തോന്നുന്നു അല്ലെ? ഓക്കെ, ഞാൻ അങ്ങനെ ഒരാളോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് യാതൊരു റിപ്ലൈ കിട്ടുന്നില്ല. ഓക്കെ, എപ്പോഴാന്ന് തീർന്നിട്ടില്ല. തീരുമാനിച്ചിട്ടില്ല? ഇല്ല. ഞാൻ പറയൂ, നിങ്ങളോട് പറയാൻ എന്തായാലും കഴിക്കൂല. ആണല്ലേ? ഓക്കെ. എന്തായാലും ഡേറ്റ് ഫിക്സ് ചെയ്താ സൗദ നമ്മളെ അറിയിക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ, ശരി. നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം കേട്ടോ. ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരുന്നു, ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് കേട്ടോ. രണ്ടാമത്തെ ചാപ്റ്റർ ആയിരുന്നു, അത് കഴിഞ്ഞു. ഇനി നമ്മൾ തേർഡ് മൊഡ്യൂളിലെ തന്നെ 4ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ തുടങ്ങാൻ പോകുന്നത്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ എനിക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. പബ്ലിക് റിലേഷൻസ് ഹോസ്പിറ്റൽസ് കേട്ടോ. ഓക്കെ, ആ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇനി തുടങ്ങാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാനേ, ഓൾ മ്യൂട്ട് കൊടുക്കാൻ കേട്ടോ.
ഈ ചാപ്റ്റർ വലിയ ചാപ്റ്റർ ആണെങ്കിൽ കുറച്ച് കണ്ടന്റ് പഠിക്കാനുള്ളൂ കേട്ടോ. അധികമൊന്നും അതിനകത്ത് പഠിക്കാനില്ല. കുറേയൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. ഓക്കെ, കണ്ടന്റുകൾ കുറവാണ്. പിന്നെ എന്താണ് പബ്ലിക് റിലേഷൻസ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലെ? അതായത് ഒരു ആശുപത്രിയും അവിടുത്തെ രോഗികള് അതുപോലെ തന്നെ അവിടുത്തെ ജീവനക്കാര് പൊതുജനങ്ങളുമായിട്ടൊക്കെ ഒരു നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സാണ് അല്ലെ പബ്ലിക് റിലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ നമുക്കറിയാലോ ഹോസ്പിറ്റൽ എന്താണ്? ഒരു പബ്ലിക് ഓർഗനൈസേഷൻ ആണ് അല്ലെ? അപ്പൊ ആ ഒരു ആശുപത്രിയും അവിടെയുള്ള രോഗികളായിക്കോട്ടെ ജീവനക്കാരായിക്കോട്ടെ പൊതുജനങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം അല്ലെ, ആ ഒരു ബന്ധം എന്താണ് സ്ഥാപിക്കുന്നതിനായിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്ത് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് അല്ലെ? കുറച്ചുകൂടെ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ എന്താണ്? ഒരു ആശുപത്രിക്ക് നമ്മുടെ സമൂഹത്തിന് അല്ലെ, ഒരു ആശുപത്രിയെ കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ഒരു മതിപ്പുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്ത് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു സ്ഥാപനത്തിന് എന്തുണ്ടാവുള്ളൂ? നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ അല്ലെ? ഓക്കെ, അതിപ്പോ ഈ ഒരു ഹോസ്പിറ്റലിന്റെ കാര്യം മാത്രമല്ല കേട്ടോ. ഏതൊരു സ്ഥാപനം, പ്രത്യേകിച്ച് ഒരു പബ്ലിക് സർവീസ് കൊടുക്കുന്ന ഏതൊരു സ്ഥാപനത്തിനും നല്ലൊരു പബ്ലിക്കായിട്ട് ഇപ്പോഴും നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്യുന്നു അല്ലെ? എങ്കിൽ മാത്രമാണ് അവർക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കുള്ളൂ അല്ലെ? ഓക്കെ, അപ്പോ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ അത് തന്നെയാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ പരിചയപ്പെടുന്നത് എഡ്വേർഡ് ബെർണേഴ്സിനെ പറ്റിയിട്ടാണ് കേട്ടോ. എഡ്വേർഡ് ബെർണേഴ്സ്, അതായത് ഈ ഒരു ചാപ്റ്ററിൽ നമ്മള് പബ്ലിക് റിലേഷൻ എന്താണെന്നും പിന്നെ അതാരാണ് മുന്നോട്ട് വെച്ചത്, ഓക്കെ, അതിന്റെ ഫാദർ അറിയപ്പെടുന്ന വ്യക്തിയാണ് എഡ്വേർഡ് ബെർണേഴ്സ്. അപ്പൊ അദ്ദേഹത്തെ പറ്റി കുറച്ച് പോയിന്റുകളൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ പബ്ലിക് റിലേഷന്റെ ഡെഫിനേഷൻസ്, പിന്നെ പബ്ലിക് റിലേഷന്റെ പ്രാധാന്യം എന്താണ്, ഓക്കെ, നീഡ് ഫോർ പബ്ലിക് റിലേഷൻ, അതിന്റെ ആവശ്യകത എന്താണ്, പിന്നെ പബ്ലിക് റിലേഷൻ നമുക്ക് എങ്ങനെ നിലനിർത്താം. ഓക്കെ, നിലനിർത്താനായിട്ട് മെയിൻ ആയിട്ട് 2 മെത്തേഡുകളാണ് പറയുന്നത് കേട്ടോ. 2 മെത്തേഡുകൾ പഠിക്കാനുണ്ട്, ഓപ്പറേറ്റീവ് മെത്തേഡും കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡും. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് പബ്ലിക് റിലേഷനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സുകൾ എന്തൊക്കെയാണ്, പിന്നെ ആരാണ് പബ്ലിക് റിലേഷൻ ഓഫീസർ, അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയാ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്. ഓക്കെ, ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്ത് വരുന്നത് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ചാപ്റ്റർ വലുതാണെങ്കിലും വളരെ കുറച്ച് കാര്യങ്ങളുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എഡ്വേർഡ് ബെർണേഴ്സിനെ പറ്റിയിട്ടാണ് ആദ്യം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, ഹു വാസ് എഡ്വേർഡ് ബെർണേഴ്സ്? ആരാണ് എഡ്വേർഡ് ബെർണേഴ്സ്? ആരാണ് എഡ്വേർഡ് ബെർണേഴ്സ് എന്നറിയോ? അദ്ദേഹം ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. പബ്ലിക് റിലേഷന്റെ പിതാവ്, ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്നറിയപ്പെടുന്നത് വ്യക്തിയാണ് ആര്? എഡ്വേർഡ് ബെർണേഴ്സ് കേട്ടോ. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ? ആരാണ്? എഡ്വേർഡ് ബെർണേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ചെറിയൊരു ബോക്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പിക്ചറിൽ കാണുന്ന ആളാണ് കേട്ടോ എഡ്വേർഡ് ബെർണേഴ്സ്. അപ്പൊ ആളുടെ ഒരു ജീവിത കാലയളവ് അവിടെ കൊടുത്തിട്ടുണ്ട്. 1891 to 1995 വരെ, ഏകദേശം 104 വർഷം ജീവിച്ച ആളാണ്. അത്യാവശ്യം ജീവിച്ച് റെക്കോർഡ് ഇട്ടിട്ടുള്ള ആളാണ് കേട്ടോ. 104 വർഷമൊക്കെ ജീവിച്ചില്ലേ? ഓക്കെ, അപ്പൊ എത്രയാണ്? അതൊന്നും ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ 104 വർഷം ജീവിച്ച വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അങ്കിളാണ് ആര്? സിഗ്മണ്ട് ഫ്രോയിഡ് കേട്ടോ. ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ്. സിഗ്മണ്ട് ഫ്രോയിഡിനെ പറ്റി എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങള്? എനിക്ക് തോന്നുന്നു സൈക്കോളജി ഒക്കെ പഠിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ പേര് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല? കേട്ടിട്ടില്ല. ഓക്കെ, ആരും കേട്ടിട്ടില്ല? ആദ്യമായിട്ടാണോ കേൾക്കുന്നത്? ശരി. അപ്പൊ സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ന്യൂറോളജിസ്റ്റ് ആയിരുന്നു കേട്ടോ. ന്യൂറോളജിസ്റ്റ് ആണ്. അതുപോലെ തന്നെ സൈക്കോ അനാലിസിസിന്റെ ഫൗണ്ടർ എന്നറിയപ്പെടുന്നതും സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് കേട്ടോ. ഇത് ശരിക്കും കൂടുതലും സൈക്കോളജിയിൽ ഇദ്ദേഹത്തിന്റെ പേര് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. സൈക്കോ അനാലിറ്റിക്കൽ തിയറിയുടെ സൈക്കോ അനാലിസിസ് കേട്ടോ, അതിന്റെ ഫൗണ്ടർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. അദ്ദേഹം ഒരു ന്യൂറോളജിസ്റ്റും കൂടിയായിരുന്നു കേട്ടോ. ഡോക്ടറാണ്, ന്യൂറോളജിസ്റ്റ് ആയിരുന്നു, പിന്നെ സൈക്കോ അനാലിറ്റിക്കൽ തിയറിയുടെ പ്രൊപ്പോണന്റും കൂടിയാണ്.
ഈ പറയുന്ന സിഗ്മണ്ട് ഫ്രോയിഡ് കേട്ടോ. ഈ സിഗ്മണ്ട് ഫ്രോയിഡ് എഡ്വേർഡ് ബെർണേഴ്സിന്റെ അങ്കിൾ ആയിരുന്നു കേട്ടോ. ഓക്കെ, അറിയാൻ മതി. ഇനി അടുത്ത ബോക്സ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ബോക്സ് ഇമ്പോർട്ടന്റ് ആണ്. അതിലെ എല്ലാ പോയിന്റുകളും നോട്ട് ചെയ്ത് വെക്കണം. ആദ്യത്തെ പോയിന്റ് ഇതാണ്, ദ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻസ്. അല്ലെ, പബ്ലിക് റിലേഷൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എഡ്വേർഡ് ബെർണേഴ്സ്. ഓക്കെ, പിന്നെ അടുത്തത് നോക്കിയേ, കോയിൻഡ് പബ്ലിക് റിലേഷൻ കൗൺസിൽ. പബ്ലിക് റിലേഷൻ കൗൺസിൽ എന്ന ടേം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണെന്ന് അറിയോ? എഡ്വേർഡ് ബെർണേഴ്സ് ആണ് കേട്ടോ. പബ്ലിക് റിലേഷൻസ് കൗൺസിൽ എന്ന പദം, ആ ഒരു ടേം ആദ്യമായിട്ട് ഉപയോഗിച്ചത് എഡ്വേർഡ് ബെർണേഴ്സ് ആണ്. ഓക്കെ, അടുത്ത പോയിന്റ്, റോഡ് ഫസ്റ്റ് PR ബുക്ക് ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. ആ പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പബ്ലിക് റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ട് ഒരു പുസ്തകം എഴുതുന്നതും എഡ്വേർഡ് ബെർണേഴ്സ് ആണ്. ആ പുസ്തകത്തിന്റെ പേരാണെന്ത്? ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. ഇതാണ് ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. അതായത് പബ്ലിക് റിലേഷൻസിന് ആയിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ ബുക്ക് എഴുതിയത് എഡ്വേർഡ് ബെർണേഴ്സ് ആണ്. ബുക്കിന്റെ പേരാണെന്ത്? ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. പലതവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തത്, ഫസ്റ്റ് PR കോഴ്സ് അറ്റ് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയില് ആദ്യമായിട്ട് പബ്ലിക് റിലേഷൻ കോഴ്സ് പഠിപ്പിച്ചതും ആര് തന്നെയാണ്? എഡ്വേർഡ് ബെർണേഴ്സ് ആണ് കേട്ടോ. ഫസ്റ്റ് PR കോഴ്സ് അറ്റ് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയില് ആദ്യമായിട്ട് ഈ PR കോഴ്സ് പഠിപ്പിച്ചതും എഡ്വേർഡ് ബെർണേഴ്സ് ആണ്. ലാസ്റ്റ് എന്താണ് നോക്കിയേ, ഫസ്റ്റ് ടു കോൾ ഹിംസെൽഫ് PR പ്രൊഫഷണൽ. അതായത് സ്വയം PR പ്രൊഫഷണൽ എന്ന് ആദ്യമായിട്ട് വിശേഷിപ്പിച്ചതും അദ്ദേഹം തന്നെയാണ് കേട്ടോ. സ്വയം PR പ്രൊഫഷണൽ ആണ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയും ആര് തന്നെയാണ്? എഡ്വേർഡ് ബെർണേഴ്സ് ആണ്. ഇത്രയും പോയിന്റുകൾ നിങ്ങൾ നോട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങളോട് ചോദിക്കും കേട്ടോ. ഏതെങ്കിലും ഒന്ന് ക്വസ്റ്റ്യൻ ആയിട്ട് എന്തായാലും വരും കേട്ടോ. അപ്പൊ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്നറിയപ്പെടുന്ന വ്യക്തി എഡ്വേർഡ് ബെർണേഴ്സ് ആണ്. ആദ്യമായിട്ട് പബ്ലിക് റിലേഷൻ കൗൺസിൽ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് എഡ്വേർഡ് ബെർണേഴ്സ് ആണ്. PR, അതായത് പബ്ലിക് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ട് ഒരു പുസ്തകം എഴുതിയതും എഡ്വേർഡ് ബെർണേഴ്സ് ആണ്. ആ പുസ്തകത്തിന്റെ പേരാണെന്ത്? ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. അതുപോലെ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയില് ആദ്യമായിട്ട് PR കോഴ്സ് പഠിപ്പിച്ചത് എഡ്വേർഡ് ബെർണേഴ്സ് ആണ്. സ്വയം PR പ്രൊഫഷണൽ എന്ന് വിശേഷിപ്പിച്ചത് ഇദ്ദേഹം തന്നെയാണ് കേട്ടോ. ഓക്കെ, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു കേട്ടോ. ക്ലിയർ ആണോ? വായിച്ചോളൂ കേട്ടോ, ജസ്റ്റ് ഒന്ന് വായിച്ചോളൂ. സിജനെ കണ്ടില്ലല്ലോ ക്ലാസ്സില്? സിജ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? കണ്ടില്ലല്ലോ ആളെ, എന്ത് പറ്റി? നാട്ടിലുണ്ടല്ലേ? ഓ, അത് ശരി. ശരി, അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോകാം കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 2 ഡെഫിനിഷൻസ് ആണ് കേട്ടോ. പബ്ലിക് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട 2 ഡെഫിനിഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഡെഫിനിഷൻ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആദ്യം നമ്മൾ പഠിക്കുന്നത് ജോൺ മില്ലറ്റിന്റെ ഡെഫിനിഷൻ ആണ് കേട്ടോ. ആദ്യമാണ് പേര് നോട്ട് ചെയ്യണം കേട്ടോ. ഡെഫിനിഷൻ തന്നിട്ട് ആരാണ് അത് പ്രപ്പോസ് ചെയ്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം അറിയണോ കേട്ടോ. ജോൺ മില്ലറ്റ്. നോക്കുക അതിനെ എങ്ങനെയാ പറഞ്ഞ് ഡിഫൈൻ ചെയ്ത് നോക്കിയേ. Public relations means knowing what the public hopes for and explaining how administration is satisfying these desires. എന്താണ് പറഞ്ഞത്? Public relations means knowing what the public hopes for and explaining how the administration is satisfying these desires. ജോൺ മില്ലറ്റിന്റെ ഡെഫിനേഷൻ ആണ്. അതായത് പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാല് പൊതുജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവരെന്താണ് പ്രതീക്ഷിക്കുന്നത് അത് മനസ്സിലാക്കുകയും
അതിനനുസരിച്ച് അവരുടെ ആഗ്രഹങ്ങളെ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് അല്ലെ? അതിനെ പറ്റിയിട്ട് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്ന ഒന്നാണ് പബ്ലിക് റിലേഷൻ എന്നാണ് ജോൺ മില്ലറ്റിന്റെ ഡെഫിനിഷൻ. ഓക്കെ, എന്താണ് പൊതുജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവരെന്താണ് പ്രതീക്ഷിക്കുന്നതെന്നും അത് മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണ് അഡ്മിനിസ്ട്രേഷൻ, ഓക്കെ, എങ്ങനെയാണ് ആ ഒരു അഡ്മിനിസ്ട്രേഷൻ അവരുടെ ആഗ്രഹങ്ങളെ നിറവേറ്റുന്നത് അല്ലെ എന്ന് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒന്നാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. കറക്റ്റ് ഡെഫിനിഷൻ ആയിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? പൊതുജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അല്ലെ, അവരെന്താണ് പ്രതീക്ഷിക്കുന്നത്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് അതിനനുസരിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അല്ലെ, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക. ആ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ജനങ്ങളോട് വിശദമാക്കി. ഓക്കെ, അതാണ് അവിടെ പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലായല്ലോ? പൊതുജനങ്ങൾ എന്താണ്, ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിനെ വെച്ച് പറയുകയാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്നും എന്താണ് ഒരു പൊതുജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് അല്ലെ? പബ്ലിക് എന്താണ് ഒരു ഹോസ്പിറ്റലിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്, എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം എന്താണ്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് അവരുടെ ആവശ്യങ്ങളെ എന്ത് ചെയ്യാം, ഹോസ്പിറ്റല് നിറവേറ്റി കൊടുക്കണം അല്ലെ? ഓക്കെ, അത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ എങ്ങനെ പ്രവർത്തിക്കണം അല്ലെ, എങ്ങനെ പ്രവർത്തിക്കണം, ആ പ്രവർത്തനം അവരെ അറിയിക്കാം. ഓക്കെ, അതാണ് എന്ത് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇത് ജോൺ മില്ലറ്റിന്റെ ഡെഫിനേഷൻ ആണ്. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി രണ്ടാമത്തെ ഡെഫിനേഷൻ നോക്കുക, അത് ആരുടെ എന്ന് പറയുന്നില്ല, രണ്ടാമത്തെ ഡെഫിനേഷൻ മാത്രം നോക്കുക. പബ്ലിക് റിലേഷൻസ് ഈസ് എൻ ഓർഗനൈസ്ഡ് പ്രോസസ് ടു ഇൻഫ്ലുവൻസ് പബ്ലിക് ഒപ്പീനിയൻ ത്രൂ സൗണ്ട് ക്യാരക്ടർ ആൻഡ് ജെനുവിൻ പെർഫോമൻസ് ഓൺ ദ ബേസിസ് ഓഫ് മ്യൂച്വലി സാറ്റിസ്ഫാക്ടറി ടു-വേ കമ്മ്യൂണിക്കേഷൻ. രണ്ടാമത്തെ ഡെഫിനേഷൻ ആണ്. അതായത് പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാം, ഒരു മികച്ച സ്വഭാവത്തിലൂടെ എന്നാൽ സൗണ്ട് ക്യാരക്ടർ നമ്മൾ പറയില്ല, ഒരു മെച്ചപ്പെട്ട സ്വഭാവത്തിലൂടെ അല്ലെങ്കിൽ ഒരു ജെനുവിൻ ആയിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ പൊതുജനങ്ങളുടെ അഭിപ്രായത്തിനെ സ്വാധീനിക്കാൻ സഹായിക്കുന്ന ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു പ്രോസസ് ആണ് ഇത് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതില് രണ്ടു കൂട്ടരുടെയും എന്താണ് വളരെ സാറ്റിസ്ഫാക്ടറി എന്ന് വെച്ചാൽ സംതൃപ്തമായിട്ടുള്ള ഒരു ആശയവിനിമയം, ഒരു ടു-വേ കമ്മ്യൂണിക്കേഷൻ ആണ് ഇതില്. ഒരു ടു-വേ കമ്മ്യൂണിക്കേഷന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു എന്താ പറയുക പ്രോസസ് നടക്കുന്നത്. ഓക്കെ, അതൊന്നും കൂടെ ഞാൻ മനസ്സിലാക്കി തരാം. അതായത് മെച്ചപ്പെട്ട സ്വഭാവത്തിലൂടെ, ഇപ്പൊ നാളെ ഇലക്ഷൻ നടക്കാൻ പോവാണ് അല്ലെ, ഒരുപാട് കാൻഡിഡേറ്റ്സ് ഒക്കെ ഉണ്ട് അല്ലെ, നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യണേ, അവരുടെ പ്രവർത്തനങ്ങൾ അല്ലെ, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അല്ലെ, അവരുടെ ക്യാരക്ടർ എങ്ങനെയാണ് അല്ലെ, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മള് അല്ലെ പൊതുവെ എന്ത് ചെയ്യുന്നത്, നമ്മൾ വോട്ട് ചെയ്യുന്നത്. ചിലര് പാർട്ടി നോക്കി വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ മിക്കവരും വ്യക്തികളെയൊക്കെ നോക്കിയിട്ടാണ് പൊതുവെ ചെയ്യാറുള്ളത് അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി അല്ലെ. നമുക്കൊരു പബ്ലിക്കിനെ എങ്ങനെ നമുക്ക് സ്വാധീനിക്കാൻ പറ്റുക, നല്ല സ്വഭാവത്തിലൂടെ അല്ലെ. ഓക്കെ, അപ്പൊ അതൊരു സൗണ്ട് ക്യാരക്ടർ, നല്ല സ്വഭാവത്തിലൂടെ, അതുപോലെ യഥാർത്ഥമായിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾക്ക് പൊതുജനങ്ങളുടെ അഭിപ്രായത്തിനെ സ്വാധീനിക്കാൻ സഹായിക്കുന്ന ഒരു സംഘടിതമായിട്ടുള്ള ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇത് പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. പബ്ലിക് റിലേഷൻ ശരിക്കും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അവിടെ കാര്യങ്ങളുള്ളത്. തോന്നിയ രീതിയിലല്ല, വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള അല്ലെ, വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു പ്രോസസ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ് എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്ന് പറയുന്നത്, ഓൺ ദ ബേസിസ് ഓഫ് മ്യൂച്വലി സാറ്റിസ്ഫാക്ടറി ടു-വേ കമ്മ്യൂണിക്കേഷൻ. അതായത് രണ്ടു കൂട്ടരുടെയും പരസ്പരം സംതൃപ്തമായിട്ടുള്ള ഒരു ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് സാധ്യമാകുന്നത് അല്ലെ. രണ്ടു കൂട്ടരെന്ന് പറയുന്നത് എന്താണ്, ഒരു ടു-വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലും പബ്ലിക്കും വെച്ച് നമുക്ക് പറയുകയാണെങ്കിൽ, ഹോസ്പിറ്റല് പബ്ലിക്കിന് സേവനങ്ങൾ കൊടുക്കുന്ന അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തിരിച്ച് എന്താണ് പൊതുജനങ്ങള് പബ്ലിക്കും തിരിച്ച് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അല്ലെ. എന്ന് പറഞ്ഞാല് നമ്മൾ പൊതുജനങ്ങളുടെ അഭിപ്രായം കൂടെ കേൾക്കണം. ഒരു വൺ-വേ കമ്മ്യൂണിക്കേഷൻ അല്ല അല്ലെ, ടു-വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇരു കൂട്ടരും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ നടക്കേണ്ടത് അല്ലെ. നമ്മൾ പൊതുജനങ്ങളിൽ നിന്ന് അവരുടെ അഭിപ്രായങ്ങള്, അവരുടെ ആവശ്യങ്ങള്, അവരുടെ താല്പര്യങ്ങൾ അത് നമ്മൾ കേൾക്കണം അല്ലെ. അത് കേട്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ അഭിപ്രായങ്ങൾ പറയാൻ. ഒരു വൺ-വേ അല്ല ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇരു കൂട്ടരുടെയും ഒരു വളരെ സംതൃപ്തമായിട്ടുള്ള ഒരു ടു-വേ കമ്മ്യൂണിക്കേഷന്റെ അടിസ്ഥാനത്തിലാണ്
ഈ ഒരു പ്രോസസ്സ് സാധ്യമാകുന്നത് കേട്ടോ. ഇതിന്റെ ഈ രണ്ട് ഡെഫിനേഷൻ നിങ്ങൾ ഓർത്തു വെക്കാം. ഓക്കെ, രണ്ടും പറയുന്നത് ഒരേ കൺസെപ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ ജോൺ വില്യംസ് എന്താ പറഞ്ഞത്? പൊതുജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത് അല്ലെ, അത് മനസ്സിലാക്കാനും അതിനനുസരിച്ച് എന്താണ് ഭരണകൂടം എങ്ങനെ അത് സാധ്യമാക്കി കൊടുക്കുന്നു അല്ലെ, ഭരണകൂടം എങ്ങനെ അതിന് പ്രാവർത്തികമാക്കുന്നു അല്ലെ, അതിനെ പറ്റി അവർക്ക് ജനങ്ങൾക്ക് വിശദീകരിച്ച് നൽകുന്ന ഒന്നാണ് പബ്ലിക് റിലേഷൻ. രണ്ടാമത് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാല് ഒരു മികച്ച സ്വഭാവത്തിലൂടെയും ഒരു യഥാർത്ഥ പെർഫോമൻസിലൂടെയും പൊതുജനങ്ങളുടെ അഭിപ്രായത്തിനെ സ്വാധീനിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ആസൂത്രിത പ്രക്രിയയാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. അത് ഇരു കൂട്ടരുടെയും സംതൃപ്തമായിട്ടുള്ള ആശയവിനിമയം വഴിയാണ് സാധ്യമാകുന്നത്. ഓക്കെ, ഇതൊരു ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആയോ? രണ്ട് കാര്യങ്ങൾ മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ ആണോ? ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ ആണ്. എന്താണ് ഈ പബ്ലിക് റിലേഷന്റെ പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ആവശ്യകത എന്താണ്? ഇങ്ങനെ ഒരു പബ്ലിക് റിലേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, എന്തുകൊണ്ടാണ് അതിന് ഇത്ര പ്രസക്തി അല്ലെ, എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്നാണ് അവിടെ പറയുന്നത്. ആവശ്യകതയെ പറ്റിയിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നോക്കിയേ, കുറച്ച് പോയിന്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്, മനസ്സിലാക്കി പോയാൽ മതി. ഒന്നാമത്തെ എന്താണ്? enlarge the visibility for the hospital employees programs and services. അറിയാലോ, അതായത് ആശുപത്രിയെ കുറിച്ചുള്ള അറിവ് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക അല്ലെ, വിസിബിലിറ്റി വർദ്ധിപ്പിക്കുക. ആശുപത്രി കാണാൻ പറ്റുക അറിഞ്ഞൂടെ, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. എന്താണ്? ആ ഒരു ആശുപത്രിയെ കുറിച്ചുള്ള വിവരങ്ങള് പൊതുജനങ്ങളിലോട്ട് എത്തിക്കുക അല്ലെ, അവിടുത്തെ ജീവനക്കാര് അല്ലെ, അവിടെ അവര് കൊടുക്കുന്ന സേവനങ്ങള്, അവിടെയുള്ള മറ്റ് പ്രോഗ്രാംസുകള് എന്നിവയെ പറ്റിയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക, അവരറിയിക്കുക. അങ്ങനെ എന്ത് ചെയ്യുക? ആശുപത്രിയുടെ സാന്നിധ്യം അവിടെ അവരറിയിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെ. അതിനെന്ത് ആവശ്യമാണ് നമുക്ക്? പബ്ലിക് റിലേഷൻ ആവശ്യം. പബ്ലിക് റിലേഷൻ ഇല്ലാണ്ട് നമുക്ക് അറിയാൻ പറ്റുമോ അവിടെ അങ്ങനെ ഒരു ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നുണ്ട്, അവിടെ ഇന്ന സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്, ഇന്ന അഡ്വാൻസ് ആയിട്ടുള്ള ഒരുപാട് മെഡിക്കൽ സാങ്കേതിക വിദ്യകൾ അവിടെ ഉണ്ട് എന്നൊക്കെ എങ്ങനെയാ നമുക്ക് അറിയാൻ പറ്റണേ? പബ്ലിക് റിലേഷൻ ഇല്ലാണ്ട് അറിയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്താണ്? ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള വിവരങ്ങള് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ അവിടുത്തെ ജീവനക്കാര് അവരവിടെ കൊടുക്കുന്ന ചികിത്സാ സൗകര്യങ്ങള്, സേവനങ്ങള് എന്നിവയെ പറ്റി ജനങ്ങളെ അറിയിക്കുകയും അതുവഴി ഹോസ്പിറ്റലിന്റെ സാന്നിധ്യം അവിടെ ഉറപ്പാക്കുകയും ചെയ്യുന്നതിന് എന്താവശ്യമാണ് നമുക്ക്? പബ്ലിക് റിലേഷൻ ആവശ്യമാണ്. ഓക്കെ, enlarge the visibility for the hospital employees programs and services. Okay, then രണ്ടാമത്തെ പോയിന്റ് എന്താണ്? position the hospital as a health care leader and authority within the community of region. അതായത് ആ ഒരു പ്രദേശത്തോ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയില് നമ്മുടെ ഹോസ്പിറ്റലിന് ഒരു എന്താ പറയാ, ഒരു ഹെൽത്ത് കെയർ ലീഡർ ആയിട്ട് അല്ലെ, അതായത് ഒരു എന്താ പറയാ ഒരു ഹെൽത്ത് കെയർ ലീഡർ അല്ലെങ്കിൽ എന്താ പറയാ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഹെൽത്ത് അതോറിറ്റി ആയിട്ട് നമുക്ക് ആശുപത്രിനെ വളർത്തിക്കൊണ്ടുവരുന്നതിന് എന്താവശ്യമാണ്? പബ്ലിക് റിലേഷൻ ആവശ്യമാണ്. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ല, ആ ആശുപത്രിയെ കുറിച്ചുള്ള സമൂഹത്തിന്റെ ആ ഒരു മതിപ്പുണ്ടാക്കിയെടുക്കുക അല്ലെ, ഒരു ആശുപത്രിയെ കുറിച്ച് സമൂഹത്തിന്റെ ഇടയിൽ പൊതുജനങ്ങൾക്കിടയിൽ ഒരു മതിപ്പുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ പബ്ലിക് റിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിനെ നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിലോ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തോ ഒരു ഹെൽത്ത് കെയർ ലീഡർ അല്ലെ, ഒരു ആരോഗ്യ എന്താ പറയാ ഒരു മികച്ച ആരോഗ്യ കേന്ദ്രമായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക നല്ലൊരു അതോറിറ്റി ആയിട്ട്, ഒരു ഹെൽത്ത് കെയർ അതോറിറ്റി ആയിട്ട് ആശുപത്രിയെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പബ്ലിക് റിലേഷൻ ആവശ്യമാണ്. ഓക്കെ, തേർഡ് പോയിന്റ് എന്താണ്? ഇൻക്രീസ് അവയർനെസ് ഓഫ് ദ ഹോസ്പിറ്റൽസ് ടോട്ടൽ റേഞ്ച് ഓഫ് പ്രോഗ്രാംസ് ആൻഡ് സർവീസസ്. അതാണ് ഇൻക്രീസ് അവയർനെസ് ഓഫ് ദ ഹോസ്പിറ്റൽസ് ടോട്ടൽ റേഞ്ച് ഓഫ് പ്രോഗ്രാംസ് ആൻഡ് സർവീസസ് കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് പറഞ്ഞതാണ് നമ്മുടെ ഹോസ്പിറ്റലിലെ വിവിധ ചികിത്സാ സൗകര്യങ്ങള്, സേവനങ്ങള് എന്നിവയെ പറ്റിയൊക്കെ പൊതുജനങ്ങൾക്കിടയിൽ ഒരു ധാരണ ഉണ്ടാക്കുന്നതിനും നമുക്ക് പബ്ലിക് റിലേഷൻ ആവശ്യമാണ് അല്ലെ. ഹോസ്പിറ്റലിൽ നടക്കുന്ന അല്ലെ, ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രോഗ്രാംസ് മീൻസ് എന്തൊക്കെ എന്താ പറയാ ചികിത്സാ സൗകര്യങ്ങളാണ് അവിടെ ലഭ്യമാക്കിയിട്ടുള്ളത് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ പൊതുജനങ്ങളിൽ ഒരു അവബോധം ഉണ്ടാക്കുന്നതിനും നമുക്ക് പബ്ലിക് റിലേഷൻ ആവശ്യമാണ്. ഓക്കെ, അടുത്തത് എന്താണ്? എൻഹാൻസ് ദ ഹോസ്പിറ്റൽസ് ഇമേജ് അല്ലെ, നമ്മുടെ ഹോസ്പിറ്റലിന്റെ പ്രതിച്ഛായ, ഹോസ്പിറ്റലിന്റെ സൽപ്പേര് അല്ലെ, അത് വർദ്ധിപ്പിക്കുന്നതിനും എന്താവശ്യമാണ്? പബ്ലിക് റിലേഷൻ ആവശ്യമാണ് അല്ലെ. ഹോസ്പിറ്റലിന്റെ ഇമേജ് അല്ലെ, ഹോസ്പിറ്റലിന്റെ സൽപ്പേര്
എന്താണ് വർദ്ധിപ്പിക്കുന്നതിനും പബ്ലിക് റിലേഷൻ ആവശ്യമാണ്. അതുപോലെ അസിസ്റ്റ് ഇൻ റിക്രൂട്ട്മെന്റ് ആൻഡ് റിറ്റൻഷൻ ഓഫ് എംപ്ലോയീസ് കേട്ടോ. അസിസ്റ്റ് ഇൻ റിക്രൂട്ട്മെന്റ് ആൻഡ് റിറ്റൻഷൻ ഓഫ് എംപ്ലോയീസ്, അതായത് ജീവനക്കാരെയൊക്കെ അല്ലെ റിക്രൂട്ട് ചെയ്യാനായിട്ട് തെരഞ്ഞെടുക്കാനും അതുപോലെ റിറ്റൻഷൻ നിലനിർത്തുന്നതിനും അല്ലെ അതിനൊക്കെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു പബ്ലിക് റിലേഷൻ ആവശ്യമാണ്. എന്താണ് അവിടെ പറഞ്ഞത്? നമുക്കറിയാം നല്ലൊരു പബ്ലിക് ഇമേജ് ഉള്ള ഒരു ഹോസ്പിറ്റലിലോട്ട് നമുക്കറിയാം ഡോക്ടേഴ്സ് ആണെങ്കിലും നഴ്സസ് ആണെങ്കിലും മറ്റുള്ള ആളുകൾ അല്ലെ ജീവനക്കാരായാലും കൂടുതൽ അവർ ആകൃഷ്ടരാകും അല്ലെ. നല്ലൊരു അല്ലെ നമ്മളായിട്ട് അങ്ങനെ തന്നെയല്ലേ നല്ലൊരു പബ്ലിക് ഇമേജ് ഉള്ള ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ പൊതുവെ നമുക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടായിരിക്കും അല്ലെ. അതുപോലെ തന്നെയാണ് ഒരു നല്ല ഒരു പബ്ലിക് ഇമേജ് ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ഈ പറയുന്ന ആളുകൾ കൂടുതൽ അട്രാക്ട് അല്ലെ, കൂടുതൽ ഒരു അട്രാക്ഷൻ തോന്നും. ഇപ്പൊ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് മെഡിക്കൽ ജീവനക്കാർക്കൊക്കെ അവിടെ വരാനും ജോലി ചെയ്യാനൊക്കെ അവർ കുറേയും കൂടെ എന്തായിരിക്കും ആകൃഷ്ടരായിരിക്കും അല്ലെ. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് എംപ്ലോയീസിന്റെ റിക്രൂട്ട്മെന്റ് ചെയ്യാൻ അതുപോലെ നിലവിലുള്ള ജീവനക്കാരെയൊക്കെ നിലനിർത്തുന്നതിനും എന്താവശ്യമാണ് പബ്ലിക് റിലേഷൻ സഹായിക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, നല്ല പബ്ലിക് ഇമേജ് ഉള്ള ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ അവിടെ തന്നെ വർക്ക് ചെയ്യാൻ ശ്രമിക്കും അല്ലെ. അല്ല അവിടെ വിട്ടുപോകാൻ നമ്മൾ ആഗ്രഹിക്കും ഇല്ല. അതൊരു റീടെൻഷൻ നടത്താൻ, അതായത് നിലവിലുള്ള ജീവനക്കാരെ നിലനിർത്തുന്നതിനും പബ്ലിക് റിലേഷൻ വളരെയധികം സഹായിക്കുന്നുണ്ട് അല്ലെ. പിന്നെ അടുത്തത് എന്താണ്? ആക്ട് ആസ് എ ഫൗണ്ടേഷൻ when unreal news about the hospital happen. ഇനിയിപ്പോ മറ്റൊരു കാര്യം പറയുന്നത്, ഇപ്പൊ ഒരു ഹോസ്പിറ്റലിനെ പറ്റി എന്തെങ്കിലും തെറ്റായ പ്രചരണങ്ങൾ വരികയാണ്, എന്തെങ്കിലും അഭ്യൂഹങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാനും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെ വിശദമാക്കിക്കൊണ്ട് ആ ഒരു ഹോസ്പിറ്റലിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനുള്ള അടിത്തറയായിട്ട് അല്ലെ, അടിത്തറയായിട്ട് പ്രവർത്തിക്കുന്നതിന് നമുക്ക് എന്ത് വേണം? പബ്ലിക് റിലേഷൻ വേണം. പറഞ്ഞില്ലേ, ഒരു പബ്ലിക് റിലേഷൻ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് സ്റ്റെബിലിറ്റി ഇല്ല, നിലനിൽപ്പ് ഉണ്ടാവില്ല അല്ലെ. അതാണ് പറയുന്നത്, ഒരു ആശുപത്രിക്കെതിരെ എന്തെങ്കിലും ഒരു തെറ്റായ ആരോപണങ്ങൾ വരികയാണ്, എന്തെങ്കിലും അഭ്യൂഹങ്ങൾ പ്രചരിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ പ്രതിരോധിക്കണം. അതിനെ പ്രതിരോധിക്കാൻ വേണം സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ട് നമ്മൾ ആ ഒരു ആശുപത്രിയുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനുള്ളൊരു അടിത്തറയാകുന്നതിനും അടിത്തറയായിട്ട് പ്രവർത്തിക്കുന്നതിനും എന്ത് വേണം? പബ്ലിക് റിലേഷൻ ആവശ്യമാണ്. അതിന് പബ്ലിക് റിലേഷൻ അതിന് വളരെയധികം സഹായകമാണ്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത്? ഇംപ്രൂവ് എംപ്ലോയി മൊറാലെ അല്ലെ. ഇംപ്രൂവ് എംപ്ലോയി മൊറാലെ, ദാറ്റ് മീൻസ് നമുക്ക് ജീവനക്കാരുടെ മനോവീര്യം മെച്ചപ്പെടുത്തുന്നു, അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. ശരിയല്ലേ? നല്ല പബ്ലിക് ഇമേജ് ഉള്ള ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാർ കുറേയും കൂടെ കോൺഫിഡന്റ് ആയിരിക്കും അല്ലെ, അവര് നല്ല ആത്മവിശ്വാസം ഉള്ളവരായിരിക്കും അല്ലെ. ഓക്കെ, അപ്പൊ അതിന് എന്താവശ്യമാണ്? നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതെ, ആ സ്ഥാപനത്തിന് നല്ല പബ്ലിക് ഇമേജ് ഉണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. നല്ല പബ്ലിക് ഇമേജ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്കും ഞങ്ങളൊരു അല്ലെ നല്ലൊരു സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത് എന്നുള്ളൊരു അഭിമാനം ഉണ്ടാക്കിയെടുക്കാനും പബ്ലിക് റിലേഷൻ കൊണ്ട് സാധിക്കും അല്ലെ. ഓക്കെ, അത്രയുമാണ് എന്ത് പറയുന്നത് പബ്ലിക് റിലേഷന്റെ ഒരു നീഡായിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, ഒരു ആവശ്യകത, ഇതൊരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ആശുപത്രിനെ മാത്രം ബാധിക്കുന്നതല്ല. പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ പൊതു ആവശ്യകതകൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലിനെ വെച്ച് പറഞ്ഞു കേട്ടോ. അപ്പൊ എന്തൊക്കെയാ പോയിന്റ് പറഞ്ഞത്? ഒന്ന്, ഹോസ്പിറ്റലിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക, അവിടുത്തെ ജീവനക്കാരെ അവരുടെ സേവനങ്ങളില് ജനങ്ങളെ അറിയിക്കുക, അതിലൂടെ ഹോസ്പിറ്റലിൽ സാന്നിധ്യം അറിയിക്കുന്നതിന് പബ്ലിക് റിലേഷൻ ആവശ്യമാണ്. അതുപോലെ നമ്മുടെ ആശുപത്രിയുടെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ പ്രദേശത്തൊരു ഹെൽത്ത് കെയർ ലീഡർ അതോറിറ്റി എന്നുള്ള രീതിയിൽ വളർത്തിക്കൊണ്ട് വരുന്നത് ആവശ്യമാണ്. അതുപോലെ ഹോസ്പിറ്റലിന്റെ വിവിധ തരത്തിലുള്ള ചികിത്സാ സൗകര്യങ്ങൾ സേവനങ്ങളെ പറ്റിയിട്ടുള്ള പൊതുജനങ്ങളുടെ ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പബ്ലിക് റിലേഷൻ ആവശ്യമാണ്. പിന്നെ ഹോസ്പിറ്റലിന്റെ പ്രതിച്ഛായ അല്ലെങ്കിൽ സൽപ്പേര് വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമാണ്. ജീവനക്കാരെ തെരഞ്ഞെടുക്കാനും റിക്രൂട്ട് ചെയ്യാനും അതുപോലെ അവരെ നിലനിർത്തുന്നതിനും പബ്ലിക് റിലേഷൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഹോസ്പിറ്റലിനെതിരെ അഭ്യൂഹങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാനും യഥാർത്ഥമായിട്ടുള്ള വിവരങ്ങളെ ഡിസ്ക്ലോസ് ചെയ്തുകൊണ്ട് അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്താനുള്ള ഒരു അടിത്തറയായിട്ട് പ്രവർത്തിക്കുന്നതിന് പബ്ലിക് റിലേഷൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടെങ്കിൽ നല്ലൊരു പബ്ലിക് ഇമേജ് ഉണ്ടാകും. അത്തരം സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്ക് വളരെയധികം കോൺഫിഡന്റ് ആയിരിക്കും അല്ലെ, അവർക്കൊരു അഭിമാനം ഉണ്ടാക്കിയെടുക്കാനും അതുവഴി സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ? എല്ലാ പോയിന്റ്സും മനസ്സിലായോ? ഓക്കെ അല്ലേ? ഒന്ന് വായിച്ചു നോക്കിയ പോയിന്റുകൾ ഇങ്ങനെ ചോദിക്കുള്ളൂ കേട്ടോ. അതായത് ഇത് താഴെ തന്നിരിക്കുന്നതിൽ പബ്ലിക് റിലേഷന്റെ നീഡ്സിൽ ഉൾപ്പെടുന്നത് ഏതാണ് അല്ലെ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ആ പോയിന്റുകൾ അറിയാമല്ലോ, മനസ്സിലാക്കി തന്നത് കേട്ടോ. വായിച്ചു.
ഓക്കെ, നെക്സ്റ്റ് ഇതിലേക്ക് പോകട്ടെ. അപ്പൊ നമ്മള് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ, നീഡ് വരെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് പബ്ലിക് റിലേഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി. നമ്മുടെ കമ്മ്യൂണിറ്റിയില് നമ്മൾ ഒരു പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന 2 മെത്തേഡുകൾ ഏതൊക്കെയാണ്? ഏതൊക്കെ മെത്തേഡുകളിലൂടെയാണ് നമ്മളൊരു പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടോ? There are mainly 2 methods. പ്രധാനമായിട്ടും 2 മെത്തേഡുകളാണ് അതിനകത്ത് വരുന്നത്. ഒന്ന് ഓപ്പറേറ്റീവ് മെത്തേഡ്സ് കേട്ടോ, പ്രവർത്തന രീതികളാണ്. 2 കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്, ആശയവിനിമയ രീതികൾ. ഇതൊക്കെയാണ് ഓപ്പറേറ്റീവ് മെത്തേഡ്സും കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സും കേട്ടോ, പ്രവർത്തന രീതികളും ആശയവിനിമയ രീതികളും. ഓക്കെ, ശരിയല്ല? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നല്ല പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഒരു ഡെഫിനിഷനിൽ പറഞ്ഞില്ലേ, നല്ല സ്വഭാവത്തിലൂടെ യഥാർത്ഥ പെർഫോമൻസിലൂടെ ഒക്കെ നമുക്ക് പൊതുജനങ്ങളുടെ അഭിപ്രായത്തിനെ സ്വാധീനിക്കാൻ പറ്റും അല്ലെ? അപ്പൊ നമുക്ക് നല്ല നല്ല പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മാർഗം ഏതാണ്? കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് അല്ലെ? നല്ല ആശയവിനിമയങ്ങളിലൂടെയും നമുക്ക് ആളുകൾ അല്ലെ പബ്ലിക് റിലേഷനെ നമുക്ക് കീപ്പ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഈ 2 മെത്തേഡുകളാണ് ഇനി നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ എന്താണ്? ഓപ്പറേറ്റീവ് മെത്തേഡ് ആണ് കേട്ടോ. ഓപ്പറേറ്റീവ് മെത്തേഡ് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ എന്താണ് ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ? ദീസ് മെത്തേഡ്സ് ആർ ബേസിക്കലി റിലേറ്റഡ് വിത്ത് എവറി ആസ്പെക്ട് ഓഫ് എ ഹോസ്പിറ്റൽസ് ഓപ്പറേഷൻ. ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോകണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്തു പോവാം. These methods are basically related with every aspect of a hospital's operation, including those that are performed by workmen, such as telephone operator, inquiry office personnel, and admission office clerks. കണ്ടോ? അതായത് നമ്മുടെ ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണിത് ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഡേ ടു ഡേ ഓപ്പറേഷൻസ് എന്ന് പറയില്ലേ, ഒരു ഹോസ്പിറ്റലിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഓപ്പറേറ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട്? എല്ലാവരും ഉൾപ്പെടുന്നുണ്ട്. ആ ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാ മുക്കിലും മൂലയിലുമുള്ള എല്ലാ ജീവനക്കാരും അതിൽ ഉൾപ്പെടുന്നുണ്ട്. ആരൊക്കെയാണ്? ഇപ്പൊ ദേ പറയുന്നു, ടെലിഫോൺ ഓപ്പറേറ്റർമാര്, എൻക്വയറി ഓഫീസ് സ്റ്റാഫുകള്, അഡ്മിഷൻ വിഭാഗങ്ങൾ, അതുപോലെ നമ്മുടെ രോഗിയുമായിട്ട് നേരിട്ടോ അല്ലാതെയോ ഒക്കെ ഇടപഴകുന്ന എല്ലാ ആളുകളും ഈ ഒരു ഓപ്പറേറ്റീവ് മെത്തേഡിനകത്ത് ഇതിന്റെ ഭാഗമാണ് അല്ലെ? നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കേൾക്കുമ്പോ അല്ലെ, വെറുതെ അവിടുത്തെ ഡോക്ടേഴ്സും നഴ്സസും മറ്റ് അവര് മാത്രം നന്നായിരുന്നുകൊണ്ട് നന്നായി പ്രവർത്തിച്ചതുകൊണ്ട് പബ്ലിക് റിലേഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒരു പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ആശുപത്രിയുടെ മുക്കിലും മൂലയിലും താഴേക്കിടയിലുള്ളതും മേൽത്തട്ടിലുള്ളതുമായിട്ടുള്ള എല്ലാ വിഭാഗം ആളുകളും അതിനകത്ത് വരുന്നുണ്ട്. എല്ലാവരുടെയും പ്രവർത്തനം നല്ല രീതിയിലാണെങ്കിൽ മാത്രമേ ഇത് സാധ്യമാവുള്ളൂ അല്ലെ? അതാണ് അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പൊ ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിനകത്ത് ടെലിഫോൺ ഓപ്പറേറ്റർമാരും അഡ്മിഷൻ വിഭാഗവും അതുപോലെ ഇൻക്വയറി ഓഫീസ് സ്റ്റാഫുകളും എല്ലാം ഉൾപ്പെടുന്നുണ്ട്. ദാറ്റ് മീൻസ് ഒരു രോഗിയുമായിട്ട് നേരിട്ടോ അല്ലാതെയോ ഇടപെടുന്ന എല്ലാ ആളുകളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത് ഓപ്പറേറ്റീവ് മെത്തേഡ്. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് നോട്ട് ചെയ്ത് വെക്കേണ്ടത് ഇതൊക്കെ ഡയറക്റ്റ് ചോദിക്കാവുന്നതാണ് കേട്ടോ. ദ 3 ഫണ്ടമെന്റൽ കമ്പോണൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഓപ്പറേഷൻ ആണ്. അതായത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ പ്രവർത്തനങ്ങള് കുറെ അല്ലെ, നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണ് കേട്ടോ. ഓക്കെ, നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ പ്രവർത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചില കമ്പോണൻസുകൾ എന്തൊക്കെയാണ് അതൊന്ന് നോട്ട് ചെയ്യാം. അത് ഓപ്പറേറ്റീവ് മെത്തേഡിൽ വരുന്ന കമ്പോണന്റുകളാണ് കേട്ടോ. എന്തൊക്കെയാന്ന് നോക്കിയാൽ, ഒന്ന് ജോയ്ഫുൾ ആൻഡ് പൊളൈറ്റ്. നല്ല പ്രവർത്തനം നമ്മൾ പറഞ്ഞു. എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ജോയ്ഫുൾ ആൻഡ് പൊളൈറ്റ് ബിഹേവിയർ അല്ലെ, വളരെ പ്ലസന്റ് ആയിട്ട് വളരെ സന്തോഷത്തോടെ മാന്യമായിട്ടുള്ള പെരുമാറ്റം അല്ലെ, അതൊരു ഇമ്പോർട്ടന്റ് കാര്യമല്ലേ അല്ലെ? വളരെ ഹാപ്പി ആയിട്ട് അല്ലെ, ഹാപ്പി മീൻസ് വളരെ ജോയ്ഫുൾ ആയിട്ട്, അതുപോലെ തന്നെ വളരെ മാന്യമായിട്ടുള്ള പെരുമാറ്റം. അതൊന്നാമത്തെ ഫണ്ടമെന്റൽ കമ്പോണന്റ് ആണ്. രണ്ടാമത്തെ കമ്പോണന്റ് നോക്കി, ക്വിക്ക് ആൻഡ് എഫിഷ്യന്റ് ട്രീറ്റ്മെന്റ്. വളരെ വേഗത്തിലും അതുപോലെ കാര്യക്ഷമമായിട്ടുള്ള ചികിത്സ ഉറപ്പാക്കുക അല്ലെ, എത്രയും പെട്ടെന്ന് ചികിത്സ ലഭിക്കുക, അത് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ചികിത്സ അവർക്ക് ഉറപ്പുവരുത്തുക. ഓക്കെ, പിന്നെ മൂന്നാമത്തെ എന്താണ്? ക്ലിയർ എൻവിയോൺമെന്റ് ആൻഡ് വെൽ അപ്പിയറൻസ് ഓഫ് ദ വർക്കേഴ്സ് അല്ലെ, വൃത്തിയുള്ള ചുറ്റുപാടുകള്,
അതുപോലെ അവിടുത്തെ ജീവനക്കാരുടെ വേഷവിധാനങ്ങള്, ഇതെല്ലാം തന്നെ കമ്മ്യൂണിറ്റിയിലുള്ള ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങള് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള 3 ഫണ്ടമെന്റൽ കമ്പോണന്റുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണന്റ് ആണിത്. എന്തൊക്കെയാണ്? ജോയ്ഫുൾ ആൻഡ് പൊളൈറ്റ് ബിഹേവിയർ, അല്ലെ, സന്തോഷത്തോടെയും മാന്യമായിട്ടുള്ള പെരുമാറ്റം. ക്വിക്ക് ആൻഡ് എഫിഷ്യന്റ് ട്രീറ്റ്മെന്റ്, വളരെ വേഗത്തിലുള്ളതും ഫലപ്രദവുമായിട്ടുള്ള ചികിത്സ ഉറപ്പുവരുത്തുക. അതുപോലെ ക്ലിയർ എൻവയോൺമെന്റ് ആൻഡ് വെൽ അപ്പിയറൻസ് ഓഫ് ദ വർക്കേഴ്സ്, അല്ലെ, വൃത്തിയുള്ള ചുറ്റുപാടുകള്. അതുപോലെ ജീവനക്കാരുടെ വേഷവിധാനങ്ങൾ, അതൊക്കെ നമ്മുടെ എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്? കമ്മ്യൂണിറ്റിയിലുള്ള പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്, അല്ലെ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഒരു ഹോസ്പിറ്റാലിറ്റി, അല്ലെ, അറിയോ, ഓരോന്നിനും ഓരോ ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അതെല്ലാം പബ്ലിക് റിലേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലെ. ഈ 3 ഫണ്ടമെന്റൽ കമ്പോണന്റുകള് ഓപ്പറേറ്റീവ് മെത്തേഡിനകത്ത് വരുന്നതാണ്. ഇത് നിങ്ങളോട് ഇങ്ങനെ തന്നെ ചോദിക്കാം. അതാണ് 3 ഫണ്ടമെന്റൽ കമ്പോണന്റ്സ് ഓഫ് കമ്മ്യൂണിറ്റി ഓപ്പറേഷൻസ് എന്ന് ചോദിച്ചാൽ ഈ 3 പോയിന്റുകൾ ഓർത്ത് വെക്കാം. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് എന്താണ്? സം ഓപ്പറേഷൻസ് ഓഫ് ഇംപ്രൂവിംഗ് ഓപ്പറേഷൻ ഓഫ് ഹോസ്പിറ്റൽ ഇൻ ദ കമ്മ്യൂണിറ്റി ലെവൽ. ഇനി നമ്മുടെ കമ്മ്യൂണിറ്റിയില് ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങള് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് സ്വീകരിക്കാവുന്ന മറ്റു വഴികൾ എന്തൊക്കെയാണ്? ഇപ്പൊ നേരത്തെ പറഞ്ഞത് 3 ഏറ്റവും ബേസിക് ആയിട്ടുള്ള കമ്പോണന്റ് ആണ്. അതിനു പുറമെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങള് കുറെ കൂടെ മെച്ചപ്പെട്ട രീതിയിലാക്കുന്നതിന് ഉപയോഗിക്കാവുന്ന വഴികള്, മാർഗങ്ങള് എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഏറ്റവും ബേസിക് ആയിട്ട് എന്താ പറയുന്നത് നോക്കി? എ ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ ഇസ് ദ ബേസിസ് ഓഫ് ഗുഡ് പബ്ലിക് റിലേഷൻ. അപ്ലൈൻ ചെയ്യാട്ടോ. എ ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ ഈസ് ദ ബേസിസ് ഓഫ് എ ഗുഡ് പബ്ലിക് റിലേഷൻ. ഒരു ഗുണമേന്മയുള്ള രോഗി പരിചരണം തന്നെയാണ് ഒരു നല്ല പബ്ലിക് റിലേഷന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. എന്തുമായിക്കൊള്ളട്ടെ, ഏറ്റവും ക്വാളിറ്റി ഉള്ള, ഒരു ഹൈ ക്വാളിറ്റി ഉള്ള പേഷ്യന്റ് കെയർ തന്നെയാണ് ഒരു ഗുഡ് പബ്ലിക് റിലേഷന്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു എന്താ പറയുക ഏറ്റവും ബേസിസ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം നോക്കിയേ, സഫിഷ്യന്റ് ഫിസിക്കൽ ഫെസിലിറ്റി വിത്ത് ഗുഡ് ഫങ്ഷണൽ ലേഔട്ട്. അതുപോലെ ഒരു ആശുപത്രിയിൽ അത്യാവശ്യം നല്ല ഫിസിക്കൽ ഫെസിലിറ്റികളൊക്കെ ഉണ്ടായിരിക്കണം കേട്ടോ. ഫിസിക്കൽ ഫെസിലിറ്റി അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അതുപോലെ എല്ലാ ആളുകൾക്കും അവിടുത്തെ ആ ഒരു എന്താ പറയാ ഫങ്ഷണൽ ലേഔട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കണം കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, വെയിറ്റിംഗ് റൂം വിത്ത് ബെഞ്ചസ് ഓർ ചെയർസ്, വാട്ടർ റിഫ്രഷ്മെന്റ് ഫെസിലിറ്റി ഇൻ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. അതായത് OP വിഭാഗത്തില് ഇപ്പൊ ആളുകൾക്ക് ഇരിക്കാനുള്ള ചെയർ, അല്ലെ, ബെഞ്ചസ്, അല്ലെങ്കിൽ അവർക്ക് കുടിവെള്ളം, അല്ലെ, മറ്റു റിഫ്രഷ്മെന്റ്, അല്ലെ, ടോയ്ലറ്റ് സൗകര്യങ്ങൾ, മറ്റുള്ളതൊക്കെ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാവില്ല. ശരിയല്ലേ? നമുക്ക് ഒട്ടും സൗകര്യം ഇല്ലാത്തൊരു ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ആളുകൾ ഇഷ്ടപ്പെടും? ഇല്ല, അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ഹോസ്പിറ്റലിൽ പോകാൻ തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്, അല്ലെ. ഓക്കെ, അപ്പൊ അത് രണ്ടാമത്തെ കാര്യമാണ്. പിന്നെ മൂന്നാമത്തെ എന്താ പറയുക, ഇതൊക്കെ നമുക്ക് പബ്ലിക് റിലേഷനെ എന്താണ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന മാർഗങ്ങളാണ് കേട്ടോ. മൂന്നാമത്തെ നോക്കിയേ, making others happy. One must be happy himself. Good morale of workers not only improves efficiency, but workers with a high morale work in a positive manner with the one another and also with the patients in the community. അതുപോലെ തന്നെ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ബന്ധം എപ്പോഴും നിലനിർത്തുക. അതിന്റെ ഒരു കാര്യമാണ്. ഇപ്പൊ നമുക്കൊരാളെ സന്തോഷിപ്പിക്കുകയും നമ്മൾ സ്വയം സന്തോഷവാന്മാരായിരിക്കുക, അല്ലെ. അതായത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്ന, ഹോസ്പിറ്റലിൽ ജീവനക്കാർക്കിടയിൽ എപ്പോഴും നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു റിലേഷൻ ഉണ്ടായിരിക്കണം. അങ്ങനെ നല്ലൊരു പോസിറ്റീവ് റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് രോഗികളോടും മറ്റു പൊതുജനങ്ങളോട് അത് റിഫ്ലക്റ്റ് ആവുള്ളൂ. ശരിയല്ലേ? അവർക്കിടയിൽ എപ്പോഴും നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു റിലേഷൻ ഉണ്ടാവണം, അല്ലെ. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് അവിടെ ഒരു കോർഡിനേഷൻ വരുള്ളൂ. അങ്ങനെ ഒരു കോർഡിനേഷനോടുകൂടി പ്രവർത്തിച്ചാലാണ് ഈ പറയുന്ന പോലെ പൊതുജനങ്ങൾക്കായി കഴിഞ്ഞാലും മറ്റുള്ള വ്യക്തികൾക്കായി കഴിഞ്ഞാലും അവർക്ക് നല്ല സേവനങ്ങൾ കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെ. അതാണ് അവര് പറയുന്നത് കേട്ടോ. നല്ല ഒരു എന്താ പറയാ പോസിറ്റീവ് ആയിട്ടൊരു ബന്ധം നിലനിർത്തുക കേട്ടോ. ഓക്കെ, ജീവനക്കാർക്കിടയിൽ ഒരു പോസിറ്റീവ് ആയിട്ടൊരു ബന്ധം നിലനിർത്താം. തീർച്ചയായിട്ടും അത് പൊതുജനങ്ങളിലും രോഗികളോടുള്ള ആ ഒരു പ്രവർത്തനങ്ങളിൽ അത് റിഫ്ലക്ട് ചെയ്യും. പിന്നെ നാലാമത്തെ പോയിന്റ് എന്താണ്? ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി വിത്ത് ഇഫക്റ്റീവ് കോർഡിനേഷൻ. അപ്ലൈ ചെയ്യാം കേട്ടോ. ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി വിത്ത് ഇഫക്റ്റീവ് കോർഡിനേഷൻ, അല്ലെ. അതായത് നല്ല കോർഡിനേഷനോടുകൂടി, നല്ല ഏകോപനത്തോടുകൂടി വളരെ ഫലപ്രദമായിട്ട് പ്രവർത്തിക്കാനുള്ളതാണ്. എന്താണ് അവിടെ പറയുന്നത് നോക്കി? ഇഫക്റ്റീവ് കോർഡിനേഷൻ among all clinical departments and other supportive services arise from a good administration. From good administration, organization structure, policies, procedures, and authority and responsibility should be clearly understood by the registered. Okay. എന്താണ് അവിടെ പറയുന്നത്?
നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ഏതൊക്കെ വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നു? നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ പഠിച്ചതല്ലേ? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ? അപ്പൊ ഒരു ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും തമ്മിൽ എന്തുണ്ടായിരിക്കണം? ഒരു ഏകോപനം ഉണ്ടായിരിക്കണം. അവരെല്ലാ ഡിപ്പാർട്ട്മെന്റുകളും തമ്മിൽ എന്തുണ്ടായിരിക്കണം? ഒരു കോർഡിനേഷൻ ഉണ്ടായിരിക്കണം അല്ലെ? അങ്ങനെ ഒരു കോർഡിനേഷനോട് കൂടിയിട്ടായിരിക്കണം അവിടെ പ്രവർത്തിക്കേണ്ടത്. ഓക്കെ, ഇനി നല്ലൊരു കോർഡിനേഷൻ എപ്പോഴാണ് സാധ്യമാകുന്നത്? എപ്പോഴാണ് നല്ല കോർഡിനേഷൻ ഉണ്ടാവുന്നത്? ദാറ്റ് ഈസ് അറൈസ് ഫ്രം എ ഗുഡ് അഡ്മിനിസ്ട്രേഷൻ. നല്ലൊരു അഡ്മിനിസ്ട്രേഷനിലൂടെ മാത്രമാണ് നമുക്ക് എല്ലാ വിഭാഗങ്ങളും തമ്മിലൊരു കോർഡിനേഷൻ സാധ്യമാകുള്ളൂ അല്ലെ? ഇനി നല്ലൊരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാവുന്നത് ഇതിലൂടെയൊക്കെയാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ അല്ലെ? നല്ലൊരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാവണം, നല്ലൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടായിരിക്കണം അല്ലെ? നല്ലൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കും ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നയങ്ങള്, പോളിസികള്, കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങള്, അതുപോലെ അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ ജീവനക്കാരനും അവരുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെയാണ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കോർഡിനേഷൻ സാധിക്കുന്നത്. അങ്ങനെ ഇഫക്റ്റീവ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിച്ചെങ്കിൽ മാത്രമാണ് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി വിത്ത് ഇഫക്റ്റീവ് കോർഡിനേഷൻ അല്ലെ? അതായത് നല്ല ഏകോപനത്തോടു കൂടി ഹോസ്പിറ്റലിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ നല്ലൊരു ഏകോപനത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കണം. ഈ ഏകോപനം സാധ്യമാകണമെങ്കിൽ എന്ത് വേണം? അത് എവിടെ നിന്നാണ് സാധ്യമാകുന്നത്? ദാറ്റ് ഈസ് അറൈസ് ഫ്രം ദ ഗുഡ് അഡ്മിനിസ്ട്രേഷൻ. നല്ല അഡ്മിനിസ്ട്രേഷനിലൂടെ, നല്ലൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിലൂടെ, നല്ല പോളിസികളിലൂടെയും പ്രൊസീജിയറുകളിലൂടെയും, പിന്നെന്താണ്, ജീവനക്കാർക്ക് ഓരോരുത്തർക്കും അവരുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി പറ്റി വ്യക്തമാക്കി ധാരണ ഉണ്ടാവണം. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു കോർഡിനേഷൻ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത്രയുമാണ് ഒരു പബ്ലിക് റിലേഷനെ നമുക്ക് എന്താ പറയുക മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്ന മറ്റു മാർഗങ്ങളാണ്. മെയിനായിട്ട് 3 ഫണ്ടമെന്റൽ കോമ്പോണൻസ് കഴിഞ്ഞു. അതിന് പുറമെ മെച്ചപ്പെടുത്താൻ പറ്റുന്ന മറ്റു മാർഗങ്ങളാണ് ഇപ്പൊ കേട്ടോ. ഏതെങ്കിലും പോയിന്റുകൾ ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? എല്ലാവർക്കും ക്ലിയർ ആണോ? പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാമോ? ജസ്റ്റ് ഒന്ന് വായിക്കും. അപ്പൊ അതിലൂടെ ഓപ്പറേറ്റീവ് മെത്തേഡ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു ഹോസ്പിറ്റലിലെ ദൈനംദിന പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, വായിച്ചോ എല്ലാവരും? ഓക്കെ ആണോ? ബോറടിക്കുന്നുണ്ടോ? സിജ വന്നല്ല, സിജനെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചോളൂ. ഓക്കെ, അടുത്ത മെത്തേഡ് പഠിക്കാം. നെക്സ്റ്റ് മെത്തേഡ് കേട്ടോ. അടുത്തതാണ് ഇതിലേക്ക് നാട്ടില് വന്നു എന്ന് പറഞ്ഞു, നാട്ടിലെത്തിന്ന് പറഞ്ഞു. നാട്ടിലെത്തിയപ്പോ കാര്യങ്ങളൊക്കെ ലേറ്റ് ആയി പോകുന്നല്ലേ? പറഞ്ഞു നാട്ടില് വന്നു പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് നോക്കാം കേട്ടോ. നെക്സ്റ്റ് മെത്തേഡ് ആണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് കേട്ടോ. ആശയവിനിമയ മാർഗങ്ങൾ കേട്ടോ, കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. ആദ്യം നമുക്ക് അവിടെ കുറച്ച് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. എന്താണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്ക് ആ ഒരു പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഹോസ്പിറ്റലിന്റെ വിവരങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ആശയവിനിമയ മാർഗങ്ങളും ഏതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്? കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിനകത്ത് ഉൾപ്പെടുന്നുണ്ട്.
ഓക്കെ, അതായത് ഒരു ആശുപത്രിക്ക് അവരുടെ വിവരങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എല്ലാവിധ മാർഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സിനകത്ത് വരുന്നത്. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ടു മേക്ക് അവൈലബിൾ suitable information to the patients, their relatives and visitors. ഇതാണ് to make available suitable information to the patients, their relatives and visitors. കേട്ടോ, അതായത് നമ്മൾ ഈ പറയുന്ന പേഷ്യൻസിനാണെങ്കിലും അവരുടെ ബന്ധുക്കൾക്കായിക്കോട്ടെ അല്ലെങ്കിൽ ആശുപത്രിയിലോട്ട് വരുന്ന സന്ദർശകർക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുക എന്നുള്ളതാണ്. വിവരങ്ങൾ നൽകുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലേ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ആശുപത്രിയിലോട്ട് വരുന്ന പേഷ്യൻസിനും അവരുടെ റിലേറ്റീവ്സിനും മറ്റ് വിസിറ്റേഴ്സിനും അവരാവശ്യപ്പെടുന്ന വിവരങ്ങൾ അവർക്ക് നൽകുക. ഓക്കെ, പിന്നെ രണ്ടാമത്തെ എന്താണ്, എ പ്രൊവിഷൻ ടു ലിസൺ ടു ഓറൽ കംപ്ലൈന്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് കമ്പലിംഗ് ഓൺ റിട്ടേൺ വൺസ്. കേട്ടോ, അതായത് നമ്മള് പരാതികള് എഴുതി തരാൻ നിർബന്ധിക്കാതെ വാക്കാലുള്ള പരാതികൾ കേൾക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കേട്ടോ, അപ്പൊ എന്തെങ്കിലും പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺസ്, എന്തെങ്കിലും കംപ്ലൈന്റോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് എന്താണ്, പരാതികൾ എഴുതി വാങ്ങാതെ അല്ലെങ്കിൽ എഴുതാനായിട്ട് നിർബന്ധിക്കാതെ വാക്കാലുള്ള പരാതികളും കേൾക്കാൻ സൗകര്യം ഉണ്ടാക്കുക. ശരിയല്ലേ? ഒരു പൊതുജനം എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ തരത്തിലുള്ള ആൾക്കാരുണ്ടാവും. ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലെ, വിദ്യാഭ്യാസം ഇല്ലാത്ത, എഴുതാൻ അറിയാത്ത, വായിക്കാൻ അറിയാത്ത ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അവർക്കൊക്കെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അവരോട് നമ്മൾ കംപ്ലൈന്റ് എഴുതി തരാൻ പറഞ്ഞു, പക്ഷെ അവർക്ക് സാധിച്ചൊന്നും വരില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണ്ടേ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ പരാതികൾ എപ്പോഴും എഴുതി വാങ്ങാൻ നിർബന്ധിക്കരുത്, അല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാമല്ലോ. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് കൂടെയല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മള് വാക്കാലുള്ള പരാതികൾ കേൾക്കാനുള്ള ആ ഒരു സൗകര്യങ്ങള് ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ അടുത്ത എന്താണ്, സ്വിച്ച് റിപ്ലൈ ടു ക്വസ്റ്റ്യൻസ്. ഓക്കെ, വരുന്ന അന്വേഷണങ്ങൾക്ക്, ചോദ്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് തന്നെ മറുപടി നൽകുക എന്നുള്ളത് ഇതൊരു നല്ല കാര്യമാണ് അല്ലെ. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അന്വേഷിച്ചു, നമുക്ക് ഒരുപാട് ലാഗ് ചെയ്തിട്ട് കുറെ ഡിലേ വന്നിട്ട് നമുക്ക് അതിനൊരു മറുപടി കിട്ടുന്നേക്കാളും നല്ലത് എന്താ, സ്വിച്ച് റിപ്ലൈ ടു ക്വസ്റ്റ്യൻസ് അല്ലെ. ചോദ്യങ്ങൾക്ക് അല്ലെ, സംശയങ്ങൾക്ക് ഉടനടി തന്നെ മറുപടി കൊടുക്കുക. ഓക്കെ, അത് നല്ലൊരു കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണ് അല്ലെ, പെട്ടെന്ന് മറുപടി കൊടുക്കുക എന്നുള്ളത്. പിന്നെന്താണ്, പ്രൊവിഷൻ ഓഫ് സജഷൻ ബോക്സ് അറ്റ് സ്യൂട്ടബിൾ പ്ലേസസ്. കേട്ടോ, ആശുപത്രിയില് അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് സ്ഥാപിക്കുക, സജഷൻ ബോക്സുകൾ സ്ഥാപിക്കുക അല്ലെ. പരാതി പെട്ടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സജഷൻ ബോക്സ്. അപ്പൊ അതാകുമ്പോ അതിലൂടെയും പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാം, ഹോസ്പിറ്റലിനെ അറിയിക്കാം. അപ്പൊ പേര് വെളിപ്പെടുത്താനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അവരുടെ പരാതികളൊക്കെ പേര് വെളിപ്പെടുത്താതെ തന്നെ നമുക്ക് സജഷൻ ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് അല്ലെ. സോ അതാണ് പറയുന്നത് അല്ലെ, പ്രൊവിഷൻ ഓഫ് സജഷൻ ബോക്സ് അറ്റ് സ്യൂട്ടബിൾ പ്ലേസ്. പിന്നെന്താണ്, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, ഫിലിം ഷോസ്, എക്സിബിഷൻസ്, ഹോസ്പിറ്റൽ ബ്രോഷേഴ്സ് ആർ ടു ബി എക്സിബിറ്റഡ്. ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ മാർഗങ്ങളാണ് അല്ലെ. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻസ്, ഫിലിം ഷോകൾ, എക്സിബിഷൻസ്, ഹോസ്പിറ്റൽ ബ്രോഷറുകൾ വഴിയായിട്ടൊക്കെ നമുക്ക് ഹോസ്പിറ്റലിന്റെ സേവനങ്ങൾ ജനങ്ങളെ അറിയിക്കാനായിട്ട് സാധിക്കും. ശരിയല്ലേ? ഓക്കെ, പിന്നെന്താണ്, സ്കൂൾ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, ഹൗസ് വൈഫ്സ് ആൻഡ് മെമ്പേഴ്സ് ഓഫ് വിമൻ ഓർഗനൈസേഷൻസ് ആൻഡ് റിലീജിയസ് ലീഡേഴ്സ് ക്യാൻ കണ്ടക്ട് ഹോസ്പിറ്റൽ ടൂർസ്. അതുപോലെ നമ്മൾ ഈ പറയുന്ന സ്കൂളിലെ കുട്ടികൾക്കായിക്കോട്ടെ, ടീച്ചേഴ്സിനായിക്കോട്ടെ, അതുപോലെ വിമൻ ഓർഗനൈസേഷനിലെ ആളുകള് അല്ലെങ്കിൽ റിലീജിയസ് ലീഡേഴ്സ് എന്നിവർക്കായിട്ട് നമുക്ക് ഇവർക്കായിട്ട് ഹോസ്പിറ്റൽ വിസിറ്റുകൾ, ടൂറുകളൊക്കെ സംഘടിപ്പിക്കാം അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അവർക്ക് നേരിട്ട് ഹോസ്പിറ്റലിൽ പോകാനും അവിടുത്തെ കാര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനൊക്കെ അവർക്കൊരു അവസരം ലഭിക്കും. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊന്നാണ് എന്ത്, ടു ഹോൾഡ് ആൻ ആനുവൽ ഹോസ്പിറ്റൽ ഡേ ഓർ ഓപ്പൺ ഡേ ഹൗസ് where public can be shown every aspect of the hospital operation that includes some of the highly technical functions. അതുപോലെ വർഷത്തിൽ ഒരിക്കലൊക്കെ ഒരു ഓപ്പൺ ഡേ ഹൗസ് കണ്ടക്ട് ചെയ്യും. ഓപ്പൺ ഡേ ഹൗസ് മീൻസ് എന്താണ്, ഒരു ഹോസ്പിറ്റലിനെ പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കാന്ന് നമ്മൾ പറയില്ലേ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു ഓപ്പൺ ഡേ ഹൗസ് കണ്ടക്ട് ചെയ്യാം വർഷത്തിൽ ഒരിക്കല്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പബ്ലിക്കിന് ആ ഹോസ്പിറ്റലിലോട്ട് വരാനും ആശുപത്രിയെ പറ്റി കൂടുതലും നേരിട്ട് കണ്ട് മനസ്സിലാക്കാനൊക്കെ അവർക്ക് അവസരങ്ങൾ ലഭിക്കും അല്ലെ. അതായത് ആ ആശുപത്രിയുടെ മികച്ച സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അവരുടെ ടെക്നിക്കൽ ഫങ്ഷൻസ് ഉൾപ്പെടെ പല വിവരങ്ങളും പൊതുജനങ്ങൾക്ക് അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ അടുത്തത് എന്താണ്, യൂസിങ് മാസ് മീഡിയ വുഡ് ബി ഹെൽപ്ഫുൾ
ടു ഇംപ്രൂവ് പബ്ലിക് റിലേഷൻ. അതുപോലെ തന്നെ മാസ് മീഡിയാസ് ഉപയോഗപ്പെടുത്തുന്നതും പബ്ലിക് റിലേഷൻ മെച്ചപ്പെടുത്തുന്നതിന് മാസ് മീഡിയാസ് എന്ന് പറയുന്നത് ഏതൊക്കെയാ? TV, റേഡിയോ, ന്യൂസ് പേപ്പേഴ്സ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, ഇതൊക്കെയാണ് നമ്മുടെ മാസ് മീഡിയാസ് അല്ലെ. അപ്പൊ മാസ് മീഡിയാസ് വഴിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിക് റിലേഷനെ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഇതൊക്കെ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന കാര്യങ്ങളല്ലേ അല്ലെ. അവർക്ക് വേണ്ട വിവരങ്ങൾ, ആവശ്യമായ വിവരങ്ങൾ നൽകുക, അതുപോലെ ഓറൽ കംപ്ലൈന്റ്സ് കേൾക്കാനുള്ള വ്യവസ്ഥ ഉണ്ടാവുക, സജക്ഷൻ ബോക്സുകൾ സ്ഥാപിക്കുക, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, ഫിലിം ഷോകൾ, ഇതിലൂടെയൊക്കെ എന്താണ് നമ്മൾ പൊതുജനങ്ങളിലേക്ക് വിവരങ്ങൾ അറിയിക്കുകയാണ് അല്ലെ. അതുപോലെ സ്കൂൾ ടീച്ചേഴ്സ് സ്റ്റുഡൻസിനൊക്കെ വേണ്ടി ടൂറുകൾ കണ്ടക്ട് ചെയ്യുക, ഹോസ്പിറ്റലിന്റെ ആനുവൽ ഡേ, ഓപ്പൺ ഡേ ഹൗസുകൾ കണ്ടക്ട് ചെയ്യുക. പിന്നെന്താ പറയാ, മാസ് മീഡിയാസ് വഴി നമുക്ക് പബ്ലിക് റിലേഷനെ ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ? മനസ്സിലായില്ല? അടുത്ത നോക്കി, ഇനി കുറച്ച് ബോക്സുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സില് 2-3 പേജ് ബോക്സുകളാണ്. ഈ ബോക്സിൽ ഒന്നും പുതിയത് പറയണില്ല. നമ്മൾ ഈ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ പോയിന്റുകളില്ലേ, അത് തന്നെയാണ് ഓരോ ബോക്സുകളിലായിട്ട് അവിടെ എഴുതി കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അതൊന്ന് ജസ്റ്റ് നോക്കാം. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. എന്താണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്നുള്ളതിന്റെ ഡെഫിനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ദീസ് മെത്തേഡ്സ് എംപ്ലോയ് means of communication in all possible forms to enable the hospital to convey its message to the public. അതായത് ഈ പറയുന്ന ആശുപത്രിക്ക് അവരുടെ വിവരങ്ങള് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്ന എല്ലാ മാർഗങ്ങളെയുമാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാണ്ട. ഇനി some of these are also intermixed with the intramural functions of the hospital and the operative method. അപ്പോ പലപ്പോഴും ഇങ്ങനെയുള്ള എല്ലാ ഒട്ടുമിക്ക കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡുകളും നമ്മുടെ ഒരു ഹോസ്പിറ്റലിലെ ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസും ഓപ്പറേറ്റീവ് മെത്തേഡുകളുമായിട്ട് പരസ്പരം മിക്സ് ചെയ്തിട്ടാണ് അല്ലെ, മിക്സ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. അതായത് ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന പ്രവർത്തനങ്ങൾ അല്ലെ. എന്ന് വെച്ചാൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ കോമ്പൗണ്ടിനുള്ളിൽ നമ്മൾ കൊടുക്കുന്ന കുറെ സേവനങ്ങളുണ്ട് അല്ലെ. ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ്, റീഹാബിലിറ്റേഷൻ, അതൊക്കെ നമ്മൾ ആ ഹോസ്പിറ്റലിന്റെ ആ ഒരു കോമ്പൗണ്ടിനുള്ളിൽ തന്നെ അല്ലെ വെച്ച് നമ്മൾ കൊടുക്കുന്ന കുറെ കാര്യങ്ങൾ, അതാണ് ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻസ്. അതുപോലെ തന്നെ ഓപ്പറേറ്റീവ് മെത്തേഡ് ഉണ്ട് അല്ലെ. അതായത് ഹോസ്പിറ്റൽ ഓപ്പറേറ്റീവ് മെത്തേഡ് പറഞ്ഞത് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. സോ ഈ പറയുന്ന ഫംഗ്ഷൻസുകളുമായിട്ട് ഇന്റർമിക്സ് ചെയ്തിട്ടാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പോകുന്നത്. പിന്നെ മറ്റു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതർ ഡീൽസ് വിത്ത് മീഡിയ. നമ്മൾ പറഞ്ഞില്ലേ, മാസ് മീഡിയാസ് വഴി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാലോ. TV, റേഡിയോ, ന്യൂസ് പേപ്പേഴ്സ് അല്ലെ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, ഇന്റർനെറ്റ് പോർട്ടൽസ് ഒക്കെ വഴിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? പൊതുജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നേരത്തെ പഠിച്ച അതേ കാര്യങ്ങളാണ് ബോക്സിലായി കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് ഞാൻ അധികം സ്ട്രെസ് ചെയ്തൊന്നും പറയുന്നില്ല. കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ ഫോളോയിങ് വേസ്. നമ്മൾ നേരത്തെ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡുകളൊക്കെ കണ്ടില്ലേ. ഇനി കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡുകൾ നമുക്ക് ഏതൊക്കെ രീതികളിൽ ഉപയോഗിക്കാം, ഓക്കെ, ഇങ്ങനെയൊക്കെ നമുക്കത് യൂസ് ചെയ്യാം. ഒരു പോയിന്റ് നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്താ പറഞ്ഞത്? പ്രൊവൈഡിങ് അപ്രോപ്രിയേറ്റ് ഇൻഫർമേഷൻ ടു ദ പേഷ്യൻസ്, ദെയർ റിലേറ്റീവ്സ് ആൻഡ് വിസിറ്റേഴ്സ് അല്ലെ. ഈ പറയുന്ന പേഷ്യന്റിനും അവരുടെ ബന്ധുക്കൾക്കും മറ്റ് സന്ദർശകർക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുക. ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നൽകാത്തവരുടെ സാധാരണ എപ്പോഴൊക്കെയാണ് നമുക്ക് വിവരങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരിക നോക്കി? അറ്റ് എൻക്വയറി ആൻഡ് രജിസ്ട്രേഷൻ, ശരിയല്ലേ? സാധാരണ എൻക്വയറിയിൽ ആളുകൾ വരുമ്പോൾ രജിസ്ട്രേഷൻ സമയത്തൊക്കെ നമുക്ക് അവർക്ക് വിവരങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പോഴൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ഓൺ പേഷ്യൻസ് ഡിസ്ചാർജ് regarding his or her health status and follow up. അതുപോലെ നമ്മൾ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവരുടെ ആരോഗ്യസ്ഥിതിയെ പറ്റിയിട്ട്, പിന്നെ അവരുടെ ഫോളോ അപ്പ് അല്ലെ, വീട്ടിലൊക്കെ ചെന്നിട്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങള്, തുടർ നടപടികളെ പറ്റിയിട്ടൊക്കെ ഉള്ള വിവരങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ ഡിസ്ചാർജ് ഇന്റർവ്യൂ വിത്ത് അറ്റൻഡിങ് ഫിസിഷ്യൻ ക്യാൻ സെർവ് ദിസ് പർപ്പസ് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവർ അറ്റൻഡ് ചെയ്യുന്ന ഡോക്ടർ ഉണ്ടല്ലോ, ആ ഡോക്ടറുടെ അടുത്ത് നമുക്കത് ഡോക്ടർ ഉള്ളത് നല്ലതായിരിക്കും അല്ലെ. ആ ഡോക്ടർക്കാണല്ലോ രോഗിയുടെ അവസ്ഥകളെ പറ്റി കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുന്നത് അവർ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർക്കായിരിക്കും. അപ്പൊ ഡിസ്ചാർജ് സമയത്ത് ആ ഒരു ഡോക്ടറുമായിട്ടുള്ള ഒരു ഡിസ്ചാർജ് ഇന്റർവ്യൂ അവരുമായിട്ട് നേരിട്ട് കണ്ട് സംസാരിക്കുന്നത് ഇതിന് നല്ലതായിരിക്കും. സാധാരണ നമുക്ക് നേരിട്ട് അവരിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് വിവരങ്ങൾ നമുക്ക് ലഭിക്കും. ഓക്കെ, ക്ലിയർ ആയോ?
നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ആണോ? ശരി, ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. നാളെ എല്ലാവരും വോട്ട് ചെയ്യാൻ പോകുന്നില്ലേ? ഓക്കെ, ഇതാരും പോകുന്നില്ലേ വോട്ട് ചെയ്യാൻ? എന്തൊക്കെ താല്പര്യമില്ലാണ്ടാണോ? വോട്ടില്ല. വോട്ടില്ലേ? എന്ത് ചെയ്ത് അറിയത്തില്ല. ലിസ്റ്റില് പേരൊന്നുമില്ലേ? ഇല്ല. അയ്യോ, അപ്പൊ അത് നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺ അല്ലേ? പഞ്ചായത്തോട്ടുണ്ടായിരുന്നു. അത് ശരി. എന്തേ തിരികെ വരാതിരുന്നേ? അല്ല, എന്റെ വെഡിങ് കഴിഞ്ഞപ്പം ഇങ്ങോട്ട് മാറി. മാറി. ഓക്കെ, അപ്പൊ അല്ല ഞാൻ ചോദിച്ചപ്പോ മോക്കടെ സ്വന്തം വീട്ടിൽ ഉണ്ടാവില്ലേ വോട്ട്? അവിടെ ഉണ്ടാവില്ലേ വോട്ട്? ഇല്ല, അവിടെ കൊടുത്തായിരുന്നു, പക്ഷെ വോട്ടില്ലായിരുന്നു. അത് ശരി. അവിടെ നിന്ന് വിടായി ചെയ്ത് വിട്ടിട്ട് എത്തിയില്ല അല്ലേ? ഇല്ല. അത് ശരി. അപ്പൊ ഓക്കെ, എന്നാ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.